ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു VN വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ഒരു ബീച്ചാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഈ ഒരു കടൽ തീരം അന്വേഷിച്ചിട്ടായിരുന്നു ഞാനിന്ന് സ്നേഹതീരം ബീച്ചിൽ വന്നത്. അപ്പോഴാണ് സ്നേഹതീരം ബീച്ചിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം വടക്ക് ഭാഗത്തേക്ക് പോകുമ്പോഴാണ് കേട്ടോ ഈ കാണാൻ സ്പോട്ട് വരുന്നത്. അങ്ങനെ ആ കാണുന്ന സ്പോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ ബീച്ച് വരുന്നത്. അങ്ങനെ ഈ ബീച്ചിൻ്റെ പേരാണ് കേട്ടോ ഓഹോ ബീച്ച്. പിന്നെ ഇവിടെ വരുന്ന സന്ദർശകർക്ക് ലഘുവായി ഭക്ഷണം കഴിക്കുന്നതിനുള്ള കടകളും അതുപോലെ തന്നെ ഐസ്ക്രീം, അതുപോലെ കൂൾ ഡ്രിങ്ക്സ് എന്നൊക്കെയുള്ള കടകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പമാണ് കേട്ടോ ഓഹോ ബീച്ച് കാണാൻ പോയത്. അങ്ങനെ ഞാൻ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് പിന്നെ കുട്ടികൾക്ക് ടോയ്സൊക്കെ വാങ്ങിക്കുന്ന ചെറിയൊരു കടയിലേക്കാണ് കേട്ടോ. നമ്മുടെ ഉത്സവപ്പറമ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും കുറച്ച് വില കുറവൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ മക്കൾ അവരുടെ എൻജോയ്മെൻറ്റിലേക്ക് കടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നല്ല വെയിലായതുകൊണ്ട് അങ്ങോട്ട് കടലിലേക്ക് ഇറങ്ങിയില്ല. അത്യാവശ്യം എൻജോയ് ചെയ്ത് അവിടെ ഊഞ്ഞാലൊക്കെ ആടി അവിടെ ഇരുന്നു. അങ്ങനെ ഞാൻ വെയിലൊക്കെ ആറിയതിന് ശേഷം കടലിലേക്ക് ഇറങ്ങിയിട്ടാണ്. പിന്നെ അവിടെ ഇത് സ്നേഹതീരം നാട്ടിക ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു കടൽ തീരം കൂടിയാണ് കേട്ടോ. അപ്പോൾ അവിടെ കടലിൽ ശോഭിച്ചിരിക്കുമ്പോൾ ഇറങ്ങരുതെന്നൊക്കെ കാണിച്ചിട്ടുള്ള നിർദ്ദേശം കാണിക്കുന്ന ഒരു ബോർഡൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ കാണാൻ വരുന്നവർ അങ്ങനെ കടലിൽ ഇങ്ങനെ ശോഭിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇറങ്ങാതിരിക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഏത് കടൽ കാണാൻ പോയാലും അല്ലെങ്കിൽ ഏത് കടൽ തീരത്ത് പോയാലും എൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഈ മണ്ണിൽ നിന്നും ചെറിയ ശംഖ് അതുപോലെ കക്ക പോലത്തെ ചെറിയൊരു പ്രാണീനെ ഇങ്ങനെ മാന്തി എടുക്കുക എന്നുള്ളത് കേട്ടോ. ഇതെന്ത് എന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ ഇതുപയോഗിച്ചിട്ടാണ് ആളുകൾ മീൻ പിടിക്കാനൊക്കെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഫിഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തീറ്റയായിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ആയതോടുകൂടി ബീച്ചിൽ ലൈറ്റൊക്കെ പ്രകാശിച്ചു തുടങ്ങിയിട്ടാണ്. അങ്ങനെ ബീച്ചിൻ്റെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിച്ചു. അങ്ങനെ അധികം ഇരുട്ടാവാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിന്നില്ല. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നിറയെ വാഹനങ്ങൾ വന്ന് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, തമിഴ്നാട്ടിൽ നിന്നും ഒത്തിരി ആളുകളാണ് ഇവിടെ ഈ ബീച്ച് കാണാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇവിടെ വന്ന് ഈ ബീച്ചൊക്കെ കണ്ട് ആസ്വദിച്ച് പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.